സ്ഥലം ഇത് നെല്ലാപ്പാറ പോലെ പാലയിൽ ഈ റോഡ് സൈഡിൽ അതെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്താ ചെയ്തിരുന്നത്? നമ്മളിവിടെ ശർക്കരയുടെ ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ തന്നെ കൃഷിയാണ്. നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ അധികം ശർക്കര തന്നെ വിവിധ തരത്തിലുള്ള പതിനാളുകളുണ്ട്. ശർക്കര ഉണ്ട്, ശർക്കരയായിട്ടുള്ളത് തന്നെയുണ്ട്, ലിക്വിഡായിട്ടുള്ളത്, നമ്മൾ പൗഡറായിട്ടുള്ളതുണ്ട്, പിന്നെ ശർക്കരയുടെ മിക്സുകളാണ് പിന്നെ വരുന്നത്. ഈ പറഞ്ഞ പായസം മിക്സ് വരുന്നുണ്ട്. അതേപോലെ മിക്സ് പായസം തന്നെ പല വെറൈറ്റിയാണ്. അതാണ് നമ്മൾ പത്തോളം ശർക്കര വേറെ എന്തെങ്കിലും ശർക്കരയാണ് സാധാ ശർക്കരയുണ്ട്. ഏലക്കല എങ്ങനെ പ്രോസസ് നമ്മുടെ കാര്യം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ ജ്യൂസാക്കി ആ ജ്യൂസ് ആദ്യം അതിനകത്ത് 2 ചെമ്പ് ആദ്യത്തെ ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് ആ ചെമ്പിൻ്റെ ചെടിക്കല്ലൊക്കെ വരുന്നത് നമ്മൾ വെട്ടി കളഞ്ഞിട്ട് രണ്ടാമത്തെ ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് വലിയ ഒരു 3 മണിക്കൂർ ഒഴിക്കും. പിന്നെ വെള്ളമെല്ലാം പോയി ആ ചെമ്പെടുത്ത് നമ്മൾ പോയി അവിടെ ഇരുന്ന് പയ്യെ ചൂടാറും കട്ടി ചൂടാറിനേക്കാൾ നമ്മൾ കൈ അരി കൊണ്ടേക്ക് ചെയ്യുന്നത് കൈ കൊണ്ട് ഇതേപോലെ തരും. അവിടെ ഇരുന്ന് രാജ്യത്ത് ഉണങ്ങി എല്ലാം വളരെ വരാറുണ്ട്. ഇവിടെ വളരെ അറിയാം പോയ സാധനമാണ്. ഒരു 300 വർഷം പഴക്കമുള്ള സാധനമാണ്. ഇപ്പോൾ 12 പോലും പഞ്ചസാര ഫാക്ടറി ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു. ജവാൻ മദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എല്ലാം കഴിക്കുന്നതായിരുന്നു. അതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ അവസാനമായിട്ട് കുറച്ച് പേരാണ് സെറ്റ് ചെയ്തത്. നിങ്ങളെങ്ങനെയാണ് എടുത്ത് യുവതലമുറയാണ്? ഞാനത് കോവിഡ് സമയമാകുമ്പോഴത്തേക്ക് അങ്ങനെ വന്ന് ഇതേപോലെ ഒരു പരിപാടി അന്വേഷിച്ച് നമ്മളാണ് ശർക്കരയായിട്ടുള്ളത് തന്നെയുണ്ട്. പൈനാപ്പിൾ ബിസിനസ് ഉണ്ട്, നമ്മൾ പൗഡറായിട്ട് അങ്ങനെയാണ് എന്നെ ഇതിലേക്ക് മിക്സുകളാണ്. പിന്നെ വേറിട്ട പായസം മിക്സ് വരുന്നുണ്ട്. അതേപോലെ പായസം മിക്സ് തന്നെ 3-4 വെറൈറ്റി ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. 10ഓളം ശർക്കര വേറെ എന്തൊക്കെയുള്ളത്? ശർക്കരയാണ് സാധാ ശർക്കരയുണ്ട്. അതിന് തന്നെ ജീരകവും ചുറ്റും ഏലക്കല മിക്സ് ഒക്കെ ഉണ്ട്. എങ്ങനെ പ്രോസസ്സിംഗ് എന്ന് പറയുക? നമ്മുടെ കരിമ്പ് നമ്മൾ കൊണ്ടുവന്ന് നമ്മളെ ക്രഷർ യൂണിറ്റ് ഉണ്ട്. ക്രഷർ യൂണിറ്റ് നമ്മൾ ക്രഷർ ചെയ്ത് നമ്മൾ ജ്യൂസാക്കി ആ ജ്യൂസ് ആദ്യം അങ്ങേറ്റത്ത് 2 ചെമ്പ് വരും. ആദ്യത്തെ ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് ആ ചെമ്പിൻ്റെ ചെളിയൊക്കെ വരും. ചെളിയും കല്ലൊക്കെ വരുന്നത് നമ്മൾ വെട്ടി കളഞ്ഞിട്ട് രണ്ടാമത്തെ ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് പറ്റി ഒരു 3-3.5 മണിക്കൂർ കഴിയുമ്പോഴത്തേന് വെള്ളമെല്ലാം പോയി കഴിയുമ്പോഴത്തേന് ആ ചെമ്പെടുത്ത് നമ്മൾ തോണിയിലേക്ക് ഇങ്ങോട്ട് വരും. പിന്നെ അവിടെ ഇരുന്ന് പയ്യെ ചൂടാറും തോറും കട്ടി വരും. അപ്പോൾ ചൂടാറിനേക്കാൾ മുമ്പേ നമ്മൾ കൈ അരി കൊണ്ടൊക്കെ പിടിക്കുന്ന പോലെ കൈ കൊണ്ട് ഉരുട്ടി ഇതേപോലെ തകിടിലേക്ക് വരും. അവിടെ ഇരുന്ന് ഗ്രാജുവലി ഉണങ്ങി വരുമ്പോൾ സർക്കാർ കൂടുതലെങ്ങനെ ഈ നാട്ടുകാരാണോ? എല്ലാ നാട്ടുകാരും വരാറുണ്ട്. കൂടുതൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അറിയാം അതിനെപ്പറ്റി. ബാക്കിയുള്ള പുറത്തുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. കാരണം നിന്നുപോയ പ്രസ്ഥാനമാണ് മൊത്തം. ഇതൊരു 300 വർഷം പഴക്കമുള്ള സാധനമാണ്. ഇപ്പോൾ പന്തളത്ത് പോലും പഞ്ചസാര ഫാക്ടറി ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു. ജവാൻ മദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എല്ലാം കരിമീനായിരുന്നു. അപ്പം അതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിന്നു പോയി. ഇതിപ്പോൾ ആരും ചെയ്യാനില്ലാണ്ടായി നിന്ന് കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് പേരാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണ് എടുത്ത് യുവതലമുറയാണോ? ഞാനത് കോവിഡ് സമയമാകുമ്പോഴത്തേക്ക് അങ്ങനെ വന്ന് ഇതേപോലെ ഒരു പരിപാടി അന്വേഷിച്ച് നമ്മളാണ് യാദൃശ്യമായിട്ട് എൻ്റെ അമ്മാവിൻ്റെ ഇതേപോലെ പൈനാപ്പിൾ ബിസിനസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ വേറിട്ട ഒരു പരിപാടി ചെയ്യാൻ തോന്നി. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതായതുകൊണ്ട് തന്നെ വേറെ സംശയം നോക്കിയില്ല, അത് ചെയ്തേക്കാന്ന് വെച്ചു. അങ്ങനെ തന്നെ ഇതിലേക്ക് ഇറക്കി.